പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നേർച്ചകളെല്ലാം കൃത്യമായി നിറവേറ്റണമെന്ന് ആജ്ഞാപിച്ചിരിക്കുന്ന സ്നേഹസമ്പന്നനായ ദൈവമേ, അങ്ങയുടെ സ്തുതിക്കും ഞങ്ങളുടെ പ്രയോജനത്തിനുമായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ കാഴ്ചകൾ സ്വീകരിക്കണമേ. അങ്ങനെ അന്ധകാരമായ ശക്തിയാൽ ദൃഢമായി വിശ്വസിക്കുന്ന ഈ സമൂഹത്തെ അനുഗ്രഹിക്കണമേ. അവരെ സംരക്ഷിക്കുകയും ആവശ്യങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ദാരിദ്ര്യവും രോഗങ്ങളും അവരെ അകറ്റാതിരിക്കട്ടെ. ഐശ്വര്യത്തിന്റെ അടിസ്ഥാനമായ സമാധാന പരസ്പര ധാരണയും ഈ അന്തരീക്ഷത്തിൽ പുഷ്പിച്ചു നിൽക്കട്ടെ. സമൂഹത്തിലുള്ള എല്ലാവരെയും വിശ്വാസത്തിലും ദൈവഭക്തിയിലും മറ്റുള്ളവർക്ക് മാതൃകയാവട്ടെ. കുട്ടികൾ വിദ്യാഭ്യാസത്തിലും സംസ്കാരത്തിലും സമ്പന്നരാകട്ടെ. ഈ സമൂഹത്തിലെ അംഗങ്ങളെയും സമൃദ്ധമായ അനുഗ്രഹിക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായിരിക്കും. ആമേൻ. പ്രവാസികളെ ദൈവത്തെ സ്തുതിക്കുവിൻ. തിരുനാമത്തെ കീർത്തനം പാടുവിൻ. ദൈവത്തിന്റെ പ്രവൃത്തികൾ നിരീക്ഷിക്കുവിൻ. മനുഷ്യർക്ക് വേണ്ടി അവിടുന്ന് പലതും ചെയ്തിട്ടുണ്ട്. അവിടുന്ന് നമുക്ക് ദൈവനായി നമ്മുടെ കാലുകളിൽ പോകുവാൻ അനുവദിച്ചില്ല. തീയിലും വെള്ളത്തിലും കൂടി നമ്മെ നടത്തി. എങ്കിലും അതിന്റെ എല്ലാം അവസാനം ആനന്ദത്തിലേക്ക് നമ്മെ ആനയിച്ചു. കാഴ്ചകളുമായി അങ്ങയുടെ പദ്ധതിയിൽ ഞാൻ വരുന്നു. അവിടെ എന്റെ നേർച്ചകൾ ഞാൻ നിറവേറ്റും. അവ സങ്കടകാലത്ത് ഞാൻ നിറഞ്ഞവയാകുന്നു. ഞാൻ സമർപ്പിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. നിങ്ങൾക്ക് സമാധാനം. അങ്ങേക്കും സമാധാനം. വിശുദ്ധ മത്തായി വിശുദ്ധയുടെ പരിശുദ്ധ സുവിശേഷം. സായാഹ്നമായപ്പോൾ ശിഷ്യന്മാർ ഈശോയെ സമീപിച്ച് ഇങ്ങനെ പറഞ്ഞു: ഇതൊരു വിജന പ്രദേശമാണല്ലോ, നേരവും വൈകിയിരിക്കുന്നു. ജനങ്ങളെ പറഞ്ഞയക്കുക, അവർ ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണം വാങ്ങട്ടെ. ഈശോ മറുപടി പറഞ്ഞു: അവരെ അങ്ങനെ പറഞ്ഞയക്കരുത്, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം നൽകുക. 5 അപ്പവും 2 മത്സ്യവും മാത്രമേ ഞങ്ങളുടെ അടുത്തുള്ളൂ എന്ന് അവർ അറിയിച്ചു. അത് ഇവിടെ കൊണ്ടുവരിക എന്ന് ഈശോ ആജ്ഞാപിച്ചു. ജനങ്ങളോട് പുൽത്തലയിൽ ഇരിക്കാൻ നിർദ്ദേശിച്ചിട്ട് ഈശോ അപ്പവും മത്സ്യവും എടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അവർ അത് ജനങ്ങൾക്ക് വിളമ്പി കൊടുക്കുകയും ചെയ്തു. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷണങ്ങൾ അവർ ശേഖരിച്ചു. അത് 12 കുട്ടിയുണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചവർ സ്ത്രീകളും കുട്ടികളും ഒഴികെ ഏകദേശം 5000 പേരായിരുന്നു. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. സംരക്ഷണത്തിന് കൃതജ്ഞതയായി നമുക്ക് സമർപ്പിച്ച ബലി പോലെ, പിതൃയുടെ കൊച്ചുകാശ് പോലെ ഞങ്ങളുടെ ബലികളും കാഴ്ചകളും കരുണപൂർവ്വം സ്വീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേലും ഈ സമൂഹത്തിന്റെ മേലും അങ്ങയുടെ അനുഗ്രഹം സമൃദ്ധമായി വർഷിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ പിടിനേർച്ചയോടൊപ്പം ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെയും സ്നേഹപൂർവ്വം സ്വീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് തന്നെ ഈ കുടുംബത്തിന്റെ നാഴികനായിരുന്നുകൊണ്ട് വിശുദ്ധിയിലും വിശ്വാസത്തിലും വളരുവാൻ ഈ സമൂഹം
സമൂഹത്തിലെ എല്ലാവരെയും സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, അങ്ങയെ പ്രസാദിപ്പിച്ച നീതിമാന്മാരുടെ സ്ഥിരമായ പിതാക്കന്മാർ ഉറപ്പുള്ള വിശ്വാസത്തോടുകൂടി അങ്ങേക്ക് സമർപ്പിച്ച ബലികളും കാഴ്ചകളും ഞങ്ങൾ അനുസ്മരിക്കുന്നു. അവരുടെയും അങ്ങയുടെ സ്നേഹന്മാരുടെയും ലോകമെമ്പാടുമുള്ള വിശ്വാസത്തിന്റെ ബലിയർപ്പണത്തോട് യോജിച്ചുകൊണ്ട് ഞങ്ങളുടെ ചെറിയ നേർച്ചയെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങേ അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ അനുഭവിക്കുവാൻ പോകുന്നു ഈ ഭക്ഷണപാനീയങ്ങളെയും അങ്ങയുടെ പരിപാലനം പ്രതീക്ഷിച്ചു നിൽക്കുന്ന ഞങ്ങളെയും ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കുകയാണ്. കുട്ടികളെ ചെന്ന് നേർച്ച വിതരണം ഉദ്ഘാടനം ചെയ്യുന്നു. സമയത്ത് പരാമർശമാണ്.